ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല അത് ബജറ്റ് മാനുവലിന്റെ ആണ്. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ, ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. അപ്പം ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം മുഴുവൻ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ കോടിക്കണക്കിന് രൂപ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അതിനെയും ചോദ്യന്മാർ കോളനികൾ കയറി ഇറങ്ങി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുകയാണ്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണോ? അവർ വന്യജീവി ആക്രമണം തടയാൻ ഒന്നും ചെയ്യാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ നേട്ടങ്ങൾ, അതായത് CPM-കാര് വീട്ടിൽ കൊണ്ടേ കൊടുക്കേണ്ട ട്രൈബൽ കോളനികൾ വിതരണം ചെയ്യിപ്പിക്കുക. ഇവർ ചെല്ലുമ്പോൾ തന്നെ പേടിയാണല്ലോ. ആ ഇല്ലാത്ത നേട്ടങ്ങൾ എന്ന് അവകാശപ്പെടുന്ന സംഭവങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ, LDF-ന്റെ ക്യാമ്പയിൻ മെറ്റീരിയൽസ്, അത് PRD ഇറക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര്, അതിന് PRD ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് വിവിധ ട്രൈബൽ കോളനികളിൽ ചെന്നുകൊണ്ടുപോയിട്ട് ഈ മെറ്റീരിയൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള കനത്ത തിരിച്ചടിയാണ് ഈ ഹൈക്കോടതി വിധിയിൽ. ഞങ്ങളാണ് ചോദ്യം ചെയ്തത്. KSU പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയാണ് അത് ചോദ്യം ചെയ്തത്. അതിലാണ് ആ ഭയങ്കര ശക്തമായ വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തത്. പിന്നീട് പ്രസിഡന്റ് കൂടി കൊടുക്കുകയാണ്. ആ കേസിലാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട വിധി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർക്കാരിന്റെ പണം, ഖജനാവിലെ പണം എടുത്തിട്ട് DYFI-ക്കാർക്ക് കൊടുത്തിട്ട് ഇനി ഇവർ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇവന്മാർ സർവേ പൂർത്തിയാക്കാൻ പോവാണ്. ഇനിയാണ് കേരളം നന്നാക്കുന്നതിനെ കുറിച്ചുള്ള സർവേ നടത്തുന്നത്. അതല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടി സർക്കാർ ഫണ്ടിൽ നിന്നും DYFI-ക്കാർക്കും CPM-നും ഫണ്ട് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം അതിശക്തമായി ഞങ്ങൾ എതിർക്കും.